മേഡം, ഞാൻ കോന്നി ഗ്രാമപഞ്ചായത്ത് ആതുമൂൾ 6-ാം വാർഡിലെ മെമ്പറാണ്. നിലവിൽ നമുക്കൊരു വർഷം മുമ്പ് ഇവിടെ ഭൂമി വിലക്കവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥലത്തിലൊക്കെ നമ്മൾ ഇത് കൊടുക്കുകയും പരാതി കൊടുക്കുകയും അവിടുന്ന് ദുരിത നിവാരണ അതോറിറ്റിയിൽ നിന്നും അതുപോലെ തഹസിൽദാരുടെ ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ വന്ന് അവിടെ അന്വേഷണമൊക്കെ നടത്തി പോയിട്ടുള്ളതാണ്. ഹലോ, കേൾക്കാം പറയാൻ വിളിച്ചു. അപ്പോൾ ഇപ്പം നിലവിലിപ്പം എവിടെ അപകടം നടന്ന് 2 പേര് കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതുവരെ അവരെ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നതേ ഉള്ളൂ നിലവില്. ഇതെന്താണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകുന്നത്? ഈ പ്രദേശത്ത് എങ്ങനെയുള്ള സ്ഥലമാണിത്? ഇത് ചെങ്കുത്തായിട്ടുള്ള ഭാഗമാണ്. കാരണം വെച്ചാൽ അതേപോലെയാണ് അവിടെ കോറിയുടെ ഖനനം നടന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ പെട്ടെന്നൊന്നും നമുക്ക് അവിടെ എത്തിപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. മേളിൽ ഇങ്ങനെ മണ്ണ് പാറയൊക്കെ അടർന്ന് വീണുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ പെട്ടെന്നൊന്ന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ രക്ഷാപ്രവർത്തനം പെട്ടെന്ന് നടക്കാനുള്ളൊരു സാധ്യതയില്ല. രഞ്ജു, ഈ ഒരു പാറമടയെ സംബന്ധിച്ച് മുൻപും പരാതികൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇക്കഴിഞ്ഞ ജൂൺ 30-നൊക്കെ തന്നെ ഇതിന്റെ ലൈസൻസ് ഒക്കെ അവസാനിച്ചതാണെന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അംഗമൊക്കെ പരാതി നൽകിയെന്ന് പറയുന്നു. പക്ഷേ ഇതിന് നടപടി ഉണ്ടായിട്ടില്ല. എങ്ങനെയായിരുന്നു ഈ കോറി ഉടമയൊക്കെ? ഇവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ വിവരം? നിലവിലിപ്പം അവരുടെ ലൈസൻസ് തീർന്നിട്ട് പുതിയതായിട്ട് അവരെടുത്താണ്. അവരെ ഇവർക്ക് നമുക്ക് ലൈസൻസ് പഞ്ചായത്ത് കൊടുക്കുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പേപ്പേഴ്സ് എല്ലാം റെഡിയാണെങ്കിലാണ് കൊടുക്കുന്നത്. ഈ പൊല്യൂഷന്റെയും അതുപോലെ ജിയോളജിക്കൽ വകുപ്പൊക്കെയാണ് ഇതിൽ അന്വേഷണം നടത്തി ഇതിന്റെ പേപ്പേഴ്സ് കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരുടെ എല്ലാം പേപ്പേഴ്സ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അഥവാ പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് നേരിട്ട് കോടതിയിൽ നിന്നും ലൈസൻസ് ലഭിക്കുന്നതുമാണ്. അങ്ങനെയാണ് നമ്മുടെ നിലവിലത്തെ സാഹചര്യത്തിലെ നിയമം. അപ്പോ അങ്ങനെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പുതിയതായിട്ടില്ല, നമ്മള് ഇതിനെതിരാണ്. കാരണം എന്ന് വെച്ചാൽ ജനങ്ങളുടെ ജീവനും ഒക്കെ സ്വത്തിനും ഒക്കെ ഭീഷണി നേരിടുന്ന ഒരു കോറി ആയതുകൊണ്ട് നമ്മളിതിന് സപ്പോർട്ടല്ല. ഇതിനെതിരെ മുൻപും പരാതികൾ കിട്ടിയിട്ടുണ്ടോ? പ്രദേശവാസികൾ ഒരു വിഭാഗം പ്രദേശവാസികൾ അവർക്ക് അവിടെ ജോലി വേണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ ഇവർക്ക് സപ്പോർട്ടാണ്. ഒരു വിഭാഗം ജനങ്ങളാണെങ്കിൽ അവരുടെ കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ അവരുടെ വീട്, അതുപോലെ തന്നെ ഈ ഭൂമി കുലുക്കം അങ്ങനെയൊക്കെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സമരവും ഉണ്ട്. നിലവിലെ 2 സാഹചര്യം അവിടെ നടക്കുന്നുണ്ട്. നിലവിലെ ഈ ദൃശ്യത്തിലൊക്കെ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ്. ഇതുപോലെ വലിയൊരു പാറമട പ്രവർത്തിക്കുന്നു, അത് 120 ഏക്കറിലാണെന്ന് പറയുന്നു. ഇത് അന്വേഷിക്കാൻ പറ്റുന്ന ജിയോളജി വകുപ്പിനൊക്കെ ഒരു സംഘം ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ പൊല്യൂഷൻ കൺട്രോളിൽ നിന്ന് ഒരു സംഘം ഉദ്യോഗസ്ഥരുണ്ട്. അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം വന്നിട്ടാണ് ഈ പേപ്പർ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.